ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബിൽ ഏറ്റവും പ്രസിദ്ധനായ ആലിമാണ്, പണ്ഡിതനാണ്. എല്ലാ വിഷയവും കൈകാര്യം ചെയ്ത അപൂർവ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉലമാഉ ഉമ്മത്തി കംബിയാഇ ബനി ഇസ്രായീൽ, എൻ്റെ ഉമ്മത്തിലുള്ള പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലുള്ള അമ്പിയാക്കന്മാരെ പോലെയാണ്. അത്രക്ക് പവറുള്ളവരാണ് എൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ. പ്രവാചകന്മാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 ആളുകളെ പറഞ്ഞയച്ചു. അത് 1,24,000 ആണെന്നും 2,24,000 ആണെന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ആ 1,24,000 ആൾക്കാരുടെ പേര് പോലും ഇന്ന് നമുക്ക് ലഭ്യമല്ല. ആരാണ് അവർ? എവിടെയാണവർ? ഏത് രാജ്യത്താണവർ എന്നൊന്നും അതിൻ്റെ ചരിത്രങ്ങളൊന്നും ഇന്ന് ലഭ്യമല്ല, ഒരു കാലത്തും ലഭ്യമല്ല. 1,24,000 പ്രവാചകന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് എണ്ണി പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. 313 മുർസലീങ്ങൾ. ആ 313 മുർസലീങ്ങളെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങളിലുണ്ട്, അവരുടെ പേര് ഒക്കെ ഗ്രന്ഥങ്ങളിലുണ്ട്. എന്നാൽ പൂർണ്ണമായി നമുക്ക് ചരിത്രം കിട്ടുന്നത് 25 മുർസലീങ്ങളെ പറ്റിയാണ്. 25 മുർസലീങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിപൂർണമായി ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ 25 മുർസലീങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 25 മുർസലീങ്ങളെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, മുർസലീങ്ങളെ കൊണ്ട്, നബിമാരെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞയച്ച എല്ലാ നബിമാരെ കൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു എന്നേ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അള്ളാഹു പറഞ്ഞയച്ച അള്ളാഹു ആലം അവർ ഏത് നാട്ടുകാരാണ്, ഏത് പ്രദേശത്തുകാരാണ്. ഒരേ അവസരത്തിൽ തന്നെ ഒന്നിലധികം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബിയും ഒരേ കാലത്തിലാണ്. അവർ ജ്യേഷ്ഠാനുജന്മാരാണ്, എളാമൂത്ത മക്കളാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരേ കാലത്ത് തന്നെ ജീവിച്ചവരാണ്. അങ്ങനെ ഒരേ കാലത്ത് ജീവിച്ച ഒന്നിലധികം പ്രവാചകന്മാരുണ്ട്. അപ്പോൾ ഇത്രയധികം പ്രവാചകന്മാരിവിടെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് പ്രബോധനം ദൗത്യമായി ഉള്ള ആൾക്കാരാണ് ഈ മുർസലീങ്ങൾ എന്ന് പറയുന്നത്. പ്രവാചകന്മാർക്ക് എല്ലാവർക്കും അവർക്ക് പ്രബോധനം ദൗത്യമായിട്ട് അള്ളാഹു കൊടുത്തിട്ടില്ല. അതിൽ 313 മുർസലീങ്ങൾക്ക് അള്ളാഹു പ്രബോധനം ദൗത്യമായി കൊടുത്തിട്ടുണ്ട്. അത് അവരറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 1451 സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് ഇതിലധികം വർഷമായി. അതിലേക്ക് ഒരു 53 കൂടി കൂട്ടിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 1500-ലധികം വർഷങ്ങളായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 1500-ലധികം വർഷങ്ങളായി. ഈ വർഷത്തിൻ്റെ ഇടയിൽ ഒരു പ്രവാചകൻ പിന്നെ വന്നിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ പ്രവാചക ശൃംഖല അവസാനിച്ചു. പിന്നെ ആ പ്രവാചകത്വം വാദിച്ച ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നമ്മുടെ പഞ്ചാബിൽ നിന്ന്, പാകിസ്ഥാനിലെ പഞ്ചാബ്, ഇപ്പോൾ ആ പഞ്ചാബ് പാകിസ്ഥാനിലാണ്, ആ പഞ്ചാബിൽ നിന്നിട്ടാണ് അയാൾ വന്നത്. അയാളല്ലാതെ അറിയപ്പെട്ടിട്ടില്ല. വേറെ ആരും പ്രവാചകനാണെന്നൊന്നും വാദിച്ചിട്ടില്ല. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീനോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീനോ അതിൻ്റെ നമ്മുടെ ദീൻ നിലനിൽക്കുന്ന മാതിരി ഇവിടെ നിലനിൽക്കുന്നില്ല. നമ്മുടെ ദീനിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഗ്രന്ഥം എഴുതിയതുപോലെ അവരാരും ഗ്രന്ഥം എഴുതിയിട്ടില്ല. നമ്മുടെ ദീനിൽ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആൻ വെച്ച് അതിൽ ഗവേഷണം നടത്തിയിട്ട് എത്ര വാള്യങ്ങളുള്ള തഫ്സീറുകളുണ്ട്? 800 വാള്യങ്ങളുള്ള തഫ്സീറുകളുണ്ട്. ഖുർആൻ വ്യാഖ്യാനങ്ങൾ 800 വാള്യങ്ങളുള്ള തഫ്സീറുകളുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു അത് എപ്പോഴാണ് വായിച്ച് തീർക്കുക? അവരെങ്ങനെയാണ് അത് എഴുതിയത്? എങ്ങനെയാണ് അവർ എഴുതിയത്? അതൊന്നും വെറുതെ പറയുകയില്ലല്ലോ. എങ്ങനെ അവരെഴുതി? ഇത്രയധികം ഗ്രന്ഥങ്ങളും സംവിധാനങ്ങളും
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനങ്ങളിൽ കാണുന്നില്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനങ്ങളിൽ കാണുന്നില്ല. അവിടെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം തൊട്ട് പരിശുദ്ധ ദീൻ അത് ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ പണിയെടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇമാമുൻ നബവി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് രണ്ടാം ഷാഫിഈ എന്നാണ് പറയുക. രണ്ടാം ഷാഫിഈ എന്ന് പറയുന്ന നബവി ഇമാമിൻ്റെ ചരിത്രത്തിൽ പറയുന്നത്, മഹാനായ നബവി ഇമാം ഇശാൻ്റെ ശേഷം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കും. 24 മണിക്കൂറിൽ, ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ഇമാം നബവി റളിയല്ലാഹു തആല ഭക്ഷണം കഴിക്കുന്നത് ഇശാൻ്റെ ശേഷം മാത്രം. രാവിലെ കഴിക്കൂല, ഉച്ചയ്ക്ക് കഴിക്കൂല, ഒരു സമയത്തും കഴിക്കൂല, ഇശാൻ്റെ ശേഷം മാത്രം. ആ ഇശാൻ്റെ ശേഷം തന്നെ കഴിക്കുന്നത് മഹാനവറുകൾ അതിനെ വിഭവമാക്കുന്നത്, ഒന്ന് തീൻ അത്തിപ്പഴം, രണ്ടാമത്തത് ഉണക്കറൊട്ടി. ഈ ഉണക്കറൊട്ടി കൂടുതൽ തിന്നാൻ കഴിയില്ല. ഉണക്കറൊട്ടിയും അതേപോലെ തന്നെ ഈ അത്തിപ്പഴവും മാത്രമാണ് നമ്മുടെ ഇമാം നബവി റളിയല്ലാഹു തആല ഭക്ഷണമാക്കുന്നത്. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നു, ഒരു നേരം മാത്രം വെള്ളം കുടിക്കുന്നു. നബി ഇമാമിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ കാണുന്നു. ഈ വെള്ളം കുടിക്കുന്ന സമയം എപ്പോഴാണ്? വെള്ളം കുടിക്കുന്നത്, മഹാനായ നബി ഇമാം വെള്ളം കുടിക്കുന്നത് സഹർ സമയത്ത് എന്ന് കാണാം, അത്താഴ സമയത്ത്. അത്താഴ സമയത്ത് എന്ന് പറഞ്ഞാൽ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുന്ന നേരത്താണ് വെള്ളം കുടിക്കുക. ആ ഇശാൻ്റെ ശേഷം ഭക്ഷണം കഴിച്ച ഉടനെ അത് ഉണക്കറൊട്ടിയെ കഴിക്കണം. ഉണക്കറൊട്ടി കഴിക്കണമെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് അത് സോഫ്റ്റാക്കണം, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. ആ ഉണക്കറൊട്ടി കഴിക്കണം. എന്നിട്ട് ഈ വെള്ളം കുടിക്കാതെ ഇങ്ങനെ ഒരു നേരം വെള്ളം കുടിക്കുന്നു, ഒരു നേരം മഹാനായ നബി റളിയല്ലാഹു തആല ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയാണ് മഹാനായ നബി ഇമാം ഇത്രയധികം ഗ്രന്ഥങ്ങൾ എഴുതിയത്. 45 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. ആ 45 വയസ്സിൻ്റെ ഇടയിൽ നബി റളിയല്ലാഹു തആല ലോകത്തിന് ചെയ്ത സേവനം ആലിമീങ്ങളായ ആൾക്കാർ എപ്പോഴും അത് പറയും. വലിയ അതിമഹത്തായ ഒരു സേവനമാണ് മഹാനായ നബി റളിയല്ലാഹു തആല ചെയ്തിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കഠിനമായ പ്രവർത്തനം, കഠിനമായ പ്രബോധനം ഈ ദീനിൻ്റെ പണ്ഡിതന്മാർ ചെയ്തതുപോലെ, പണ്ഡിതന്മാരുണ്ടായതുപോലെ മറ്റൊരു ദീനിലും ഇല്ല. ഇഞ്ചീലിൽ ഗവേഷണങ്ങൾ നടന്നിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ഇപ്പോഴും ഗവേഷണങ്ങൾ നടക്കുകയാണ്. ഖുർആൻ്റെ ഓരോരോ പദങ്ങളെ സംബന്ധിച്ചും ഖുർആനിൽ പല വിധേനയുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. ഇഞ്ചീലിൽ അങ്ങനെ ഗവേഷണം നടന്നിട്ടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നതിൻ്റെ ഇടയിൽ 5374 ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. 5374 ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി താമസിച്ചത് ഒരു 4 കൊല്ലം. ഹിജ്റ 7-ലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് തന്നെ വരുന്നത്. ഹിജ്റ 7-ലാണ് മുസ്ലിമാകുന്നത്. ഹിജ്റ 10-ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായില്ലേ. അപ്പോൾ ഈ 4 കൊല്ലത്തിൻ്റെ ഇടയിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോൾ 50-ലധികം വയസ്സാണ്. 50-ലധികം വയസ്സായിക്കണം. ഈ 50-ലധികം വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ പഠിക്കുന്നത്, എല്ലാം പഠിക്കുന്നത്. വയസ്സൊരു പ്രശ്നമൊന്നുമല്ല. അങ്ങനെ ചില ആൾക്കാർക്ക് തോന്നാറുണ്ട്, വയസ്സൊരു പ്രശ്നമാണ് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, വയസ്സായി അതുകൊണ്ട് ഡ്രൈവിംഗ് ഒന്നും പഠിക്കാൻ വയ്യ. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. വയസ്സായാൽ എന്താ ഡ്രൈവിംഗ് കഴിച്ചാൽ? താടിയൊക്കെ നിരച്ചിട്ട് ഒരു 60-65 വയസ്സായ പാലാടിയിലൊരു കാതി മൂസാൻകുട്ടിയിലുണ്ടായിരുന്നു. മൂപ്പര് സ്വന്തം ഡ്രൈവിങ് വയസ്സായതിൻ്റെ ശേഷം പഠിച്ച്, വയസ്സായതിൻ്റെ ശേഷം മൂപ്പര് പഠിച്ചു. പിന്നെ മറ്റൊരാളെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരാളെന്നോട് വന്നിട്ട് പറഞ്ഞ് 2 വണ്ടീൻ്റെ പെരയിൽ, എന്നിട്ട് മൂപ്പര് ഓട്ടോറിക്ഷയിലാണ് വന്നത്. കാരണം ഡ്രൈവറില്ല. 2 വണ്ടിയുണ്ട്, 2 ഡ്രൈവറില്ല. വണ്ടിൻ്റെ ആയിട്ട് എന്താ കാര്യം? അപ്പോൾ അത് പഠിക്കാൻ വിചാരിച്ചാൽ അതിന് പ്രയാസമൊന്നുമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല 50-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് അപ്പോഴാണ്. എന്നിട്ടാണ് 4 കൊല്ലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടാണ് അതൊക്കെ പഠിച്ചത്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളിൽ ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയാണ്. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കണ്ടപ്പോൾ, അവർ ആത്മീയമായ ലോകത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹുവിനെ ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈസാ നബിയോട് ചോദിച്ചു, ഇങ്ങനൊരു പണ്ഡിതൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇങ്ങനൊരു പണ്ഡിതൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അപ്പോൾ ഈസാ നബി പറഞ്ഞില്ല, അങ്ങനെ പണ്ഡിതനില്ല എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. അപ്പോൾ അത്രക്കും അത്യുന്നതനായ പണ്ഡിതനാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി. 55 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ.
ഹിജറ 450 ജനിച്ചു, ഹിജറ 505 വഫാത്തായി. അങ്ങനെ 55 വയസ്സേ മഹാനായ ഗസാലി ഇമാം ജീവിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവിടെ ചെയ്തു കൂട്ടിയ എന്തെല്ലാം കാര്യങ്ങളാണ് മഹാനവറുകൾ ചെയ്തു കൂട്ടിയത്. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ രൂപത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്താൻ ഓരോ കാലഘട്ടത്തിലുമുള്ള പണ്ഡിതന്മാർ വല്ലാതെ പാടുപെട്ടിട്ടുണ്ട്, ഓരോ കാലഘട്ടത്തിലും. അതുകൊണ്ടാണ് ഇത്രയും ഗ്രന്ഥങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ ഗ്രന്ഥങ്ങൾ. ഇങ്ങനെ ഒരു ഗ്രന്ഥശേഖരണം പരിശുദ്ധമായ ദീനിലല്ലാതെ എവിടെയാണുള്ളത്? ഇത്രമാത്രം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട, പക്ഷേ ആധുനിക കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോവുകയാണ്. പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ, പരിശുദ്ധമായ ദീനിലെ സുന്ദരമായ ആശയങ്ങളെ സംബന്ധിച്ചൊക്കെ അത് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലും ശൈലിയിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും പ്രയാസപ്പെടുകയാണ്. ആ ഒരു സംവിധാനം കൂടി വികസിച്ച് വരുന്നുണ്ട്, ഓരോരോ സ്ഥലങ്ങളിലൊക്കെ വികസിച്ച് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മതമോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രചരിപ്പിച്ചതായിരിക്കുന്ന മതമോ അതിലൊന്നും ഇത്രയധികം ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ പല ശാഖകളായി തിരിയുകയോ ചെയ്തിട്ടില്ല. അത് നമ്മുടെ ദീൻ മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് അൽ ഗസാലി. ആ ഗസാലി ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമായിരുന്നു ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. 4 വാള്യങ്ങളുള്ള ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നത് എല്ലാ കാര്യങ്ങളും അതിൽ വളരെ വ്യക്തമായി പറഞ്ഞ ഗ്രന്ഥമാണ്. മഹാനായ ഗസാലി ഇമാം പറയാണ്, ഉറങ്ങുന്നതിന് 8 മര്യാദകളുണ്ട്. ഫൈദാ അറത്തൻ നൗമ, ഒരാൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, ഉറങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇശാൻ്റെ ശേഷമുള്ള ഉറക്കാണ്. തീരെ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട രാത്രിയിലുള്ള സമയം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയമാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാൻ്റെ ഇടയിൽ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ സമയത്ത് ഉറങ്ങുന്നത് പല രൂപത്തിലും പ്രശ്നങ്ങളുണ്ടാക്കും, പ്രയാസങ്ങളുണ്ടാക്കും. അതേപോലെ പകൽ സമയത്ത് നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരേക്കും ഉറങ്ങരുത്. ഈ 2 സമയം ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ബാക്കിയൊരു സമയത്ത് ഉറങ്ങുകയൊക്കെ ചെയ്യാം, അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഉറങ്ങാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമയം ഇശാൻ്റെ ശേഷമാണ്. ഇശാൻ്റെ ശേഷം 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇശാൻ്റെ ശേഷം ഒന്നുകിൽ ഇബാദത്ത് ചെയ്യുക, നിസ്കാരം പോലത്തെ ഇബാദത്തുകൾ, ദിക്ർ പോലത്തെ ഇബാദത്തുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഇൽമുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഇൽമുമായി നല്ല നല്ല ഗ്രന്ഥങ്ങൾ വായിച്ച് കിതാബുകൾ ഓതി ചർച്ചകൾ നടത്തി അങ്ങനെ വഅദ് പറഞ്ഞ് ഇങ്ങനെ ഇൽമുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഉറങ്ങുക. ഈ 3 കാര്യങ്ങളാണ് ഇശാൻ്റെ ശേഷം പറഞ്ഞത്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും വിനോദത്തിൽ ഏർപ്പെടരുത്. ഹദീസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദുന്യവിയായ സംസാരത്തിൽ ഏർപ്പെടരുത്, നിങ്ങൾ വിനോദത്തിൽ ഏർപ്പെടരുത് എന്ന് വ്യക്തമായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇശാൻ്റെ ശേഷം നിങ്ങളത് ചെയ്യരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബർക്കത്ത് കുറഞ്ഞു പോകും, ആയുസ്സിൽ ബർക്കത്ത് കുറയും, സമ്പത്തിൽ ബർക്കത്ത് കുറയും, മക്കളിൽ ബർക്കത്ത് കുറയും. അല്ലാഹു ജല്ല ജലാലുഹു ഒരു ബർക്കത്ത് നമുക്ക് തന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഇല്ലാതെയായി പോകും. അപ്പോൾ 3 കാര്യങ്ങളെ ഇശാൻ്റെ ശേഷം ചെയ്യാവൂ, 4ാമത്തെ ഒരു കാര്യം ചെയ്യരുത്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്ക് തമാശ പറയാം. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇശാൻ്റെ ശേഷം അതിന് ഇബാദത്താണ്. ഭാര്യ ഭർത്താക്കന്മാർ തമാശ പറയുകയും അവർ കളിയും ചിരിയും നടത്തുകയും അവർക്ക് അനുവദനീയമായ മുഴുവൻ കാര്യങ്ങളും നടത്തുന്നതും ഇബാദത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഒരു ഉരുള ചോറ് ഉരുട്ടിയിട്ട് അത് നിൻ്റെ ഭാര്യൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്താൽ, നിൻ്റെ കൈ കൊണ്ട് ഉരുട്ടിയിട്ട് അത് നിൻ്റെ ഭാര്യൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്താൽ അതിന് നിനക്ക് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്നേഹപ്രകടനങ്ങൾ അതാകാവുന്നതാണ്. അതൊക്കെ സ്ഥലം കാലം അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് മാത്രം, അതിന് യാതൊരു വിരോധവും പരിശുദ്ധതയും പറഞ്ഞിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിൻ്റെ മടിയിൽ കിടക്കാറുണ്ട്. ധാരാളം ഹദീസുകളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മടിത്തട്ടിൽ കിടക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിൻ്റെ മുടി ചീകി കൊടുക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 2 പേരും കൂടി ഒരൊറ്റ ഗ്ലാസ്സിൽ നിന്ന് പാല് കുടിക്കും. പാല് കുടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും, അവർ കുടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ വീട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകൽ ആ വീട്ടുകാർക്ക് എപ്പോഴും സന്തോഷമാണ്. തഹജ്ജുദിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഭാര്യമാർ പറയാറുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും റസൂലുള്ളാഹിനെ കിട്ടലാണ് ഞങ്ങൾ ആഗ്രഹം.
റസൂലുള്ള ഞങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ എപ്പോഴും ഞങ്ങളടുത്തുണ്ടാവാനാണ് ഞങ്ങൾ ആഗ്രഹം. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭാഗത്തിനൊക്കെ പോകുന്നു, നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങളത് തടയാറില്ല. അപ്പോൾ ആ ഭാര്യമാരുടെ ആഗ്രഹം പറയാണ്. ഒരുപാട് ഭാര്യമാർ ആഗ്രഹം ഈ ചങ്ങായി ഒന്ന് ഇവിടുന്ന് പോയി കിട്ടിയെങ്കിലെന്നാണ്. ഒന്നുകൊണ്ട് പോയി കിട്ടിയെങ്കിൽ കുറച്ച് നേരം എവിടേക്കെങ്കിലും പോയാൽ എനിക്കൊന്ന് എടുക്കുമായിരുന്നു, എനിക്കൊന്ന് എടുക്കുമായിരുന്നു, എനിക്ക് മറ്റൊരിടത്ത് പോയി. ഈ ഒരു ആഗ്രഹം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സുദീർഘമായ യാത്ര ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എവിടേക്കാണ് പോയത്? അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഫുൾ ടൈം ഭാര്യമാരുണ്ട്, അധിക സമയത്തും ഭാര്യമാരുണ്ട്. ഹജ്ജിന് വേണ്ടി വരുമ്പോഴും ഹജ്ജിന് വേണ്ടി വരുമ്പോൾ അന്നുള്ള ഭാര്യമാരൊക്കെ കൂടെ ഉണ്ട്. 9 ഭാര്യമാരും കൂടെ ഉണ്ട്. ഭാര്യനെ കൂട്ടിയിട്ട് ഹജ്ജിന് പോകൽ സുന്നത്താണ് എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും ഭാര്യമാർ മുഴുവനുണ്ട് ഹജ്ജിന് വേണ്ടി വരുന്ന അവസരത്തിൽ. പിന്നെ ഭാര്യമാരിട്ടിട്ട് രാത്രിയിൽ മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുന്ന ഒരു അവസ്ഥ എവിടെ വന്നിരിക്കണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കാൻ പോയിക്കണം. ജിദ്ദയിലേക്ക് പോയിട്ടില്ല, റിയാദിലേക്ക് പോയിട്ടില്ല, തായിഫിലേക്ക് ഒരു വട്ടം പോയിട്ടുള്ളൂ, ജീസാനിലേക്ക് പോയിട്ടില്ല. ആ പരിസരത്തേക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല. മദീനത്തേക്ക് പോയി. മദീനത്തേക്ക് പോകുന്ന അവസരത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് പോകുമ്പോൾ 53 വയസ്സാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി വഫാത്തായിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. ഖദീജ ബീവി വഫാത്താകുമ്പോൾ 50 വയസ്സാണ്. 50 വയസ്സിലാണ് ഖദീജ ബീവി വഫാത്താകുന്നത്. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ ഖദീജ ബീവിയാണ് ഭാര്യ, വേറെ ഭാര്യ ഇല്ല. ഖദീജ ബീവിൻ്റെ വഫാത്തിൻ്റെ ശേഷമാണ് വേറെ കല്യാണം നടന്നിട്ട് വേറെ ഭാര്യ ഇല്ല. അപ്പോൾ 50 വയസ്സ് വരെ ഖദീജ ബീവി വഫാത്തായതിനു ശേഷം 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് മദീനത്തേക്ക് പോകുന്നത്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹ ഉണ്ട്. അപ്പോൾ ഭാര്യമാർ 9 ഭാര്യമാർ അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ മദീനത്തൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ പിന്നെ ഭാര്യമാരുണ്ട്, എല്ലായിടത്തുന്നുണ്ട്. വേറെ എവിടേക്കും പോയിട്ടില്ലല്ലോ. വേറെ എവിടേക്കും പോയിട്ടുണ്ടെങ്കിലല്ലേ അവരുമായി വിട്ടുപിരിഞ്ഞ് ജീവിക്കുക എന്നുള്ളൊരു വിഷയം വന്നിട്ടുള്ളൂ. സാധാരണഗതിയിൽ കൂടുതൽ സമയം ഭർത്താവ് വീട്ടിലുണ്ടാകുമ്പോഴാണ് ഭാര്യമാർക്ക് പ്രയാസം വരല്. ആ പ്രയാസത്തിൻ്റെ മാനദണ്ഡം എന്ന് വെച്ചാൽ എല്ലാ വിഷയത്തിനും ഭാര്യനെ ആശ്രയിക്കുകയാണ്. ഭാര്യയ്ക്കൊന്നും സ്വാതന്ത്ര്യം നൽകാതിരിക്കുകയാണ്. ഭാര്യയിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ ഭാര്യമാർ വിഷമിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു ജീവിതം, അവരെ സഹായിക്കുന്ന ഒരവസ്ഥ, അവരെ സഹായിക്കുന്ന അവസ്ഥയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ളത്. ഹദീസിൽ കാണാം, അടുക്കളയിൽ വന്ന് വരെ റസൂലുള്ളാഹി ഞങ്ങളെ സഹായിക്കുന്നു. അടുക്കളയിൽ വന്ന് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കും. അത്തരം വിഷയങ്ങൾ വരെ സഹായിക്കും. എല്ലാത്തിനും ഇങ്ങനെ ഭാര്യനെ ഉപയോഗിക്കുക, എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അടുക്കളയിൽ വരെ വന്നിട്ട് ഞങ്ങളെ സഹായിക്കും. മറ്റു വിഷയങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡ്രസ്സ് എവിടെയെങ്കിലും ഓട്ടയായാൽ അവിടെ തുന്നും. റസൂലുള്ളാഹിനെ സ്വന്തം തുന്നും, സ്വന്തമായിട്ട് ഡ്രസ്സ് എന്ത് ചെയ്യും? തുന്നും. അത് പഴയ കാലത്ത് അങ്ങനെയാണല്ലോ. ഓട്ടയായി കഴിഞ്ഞാലൊക്കെ കഷ്ടം വെക്കലും തുന്നലുമുള്ള, പിന്നെ അതൊക്കെ ആർക്ക് തന്നെ അറിയാം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ അറിയാം. ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുൻ ലി അഹ്ലി എന്ന ഹദീസിൽ കാണാം. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ കുടുംബത്തിന് ഖൈറ് ചെയ്യുന്നവനാണ്, ഭാര്യയ്ക്ക് നന്മ ചെയ്യുന്നവനാണ് എന്ന ഹദീസുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണ്? തൻ്റെ ഭാര്യയ്ക്ക് നല്ലത് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നല്ല സുന്ദരമായ മുഖം, നല്ല പുഞ്ചിരിച്ചുകൊണ്ട്, അങ്ങനെ അവരെന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക. അവരുടെയും ആഗ്രഹങ്ങൾ, അവർ ഹാപ്പിയായി നല്ല മാനസികമായി നല്ല ഉല്ലാസമുണ്ടാകുമ്പോഴേ ഭർത്താക്കന്മാരാകുന്ന നമുക്കുണ്ടാവുള്ളൂ. അവർ വിഷമിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളും വിഷമിക്കലേ. അപ്പം അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യയ്ക്ക് നന്മ ചെയ്യുന്നവനാണ്. ഞാൻ എൻ്റെ ഭാര്യമാർക്ക് ഖൈറ് ചെയ്യുന്നവനാണ്, നന്മ ചെയ്യുന്നവനാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ മഹാന്മാരായ മഹദികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് എപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാകണം എന്നതായിരുന്നു. ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് പുറത്തു പോയെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കാലം ഒരാഴ്ച ഗൾഫ് പോയെങ്കിലും, അല്ലെങ്കിൽ ഒരാഴ്ച വേറെ എവിടെയെങ്കിലും പോയി നിന്നെങ്കിലും എനിക്കൊരു ആശ്വാസമായിരുന്നു എന്ന ചിന്ത ഭാര്യമാരെ കൂട്ടത്തിൽ നിന്ന് വന്നിട്ടില്ല. അത് അവിടുത്തെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരാൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹമദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫഅലൈക ബി ആദാബിഹി സമാനിയ, 8 മര്യാദകൾ ഉറങ്ങുന്ന ഘട്ടത്തിൽ പാലിക്കേണ്ടതാണ്. ഒന്നാമതായി പറയുന്നു അൽ അവ്വലു അൽ ഇസ്തിഖ്ബാലു. ഒന്നാമതായി ഉറങ്ങാൻ കിടക്കേണ്ടത് ഖിബിലാക്ക് മുന്നിട്ട് കൊണ്ടാണ് ഉറങ്ങാൻ കിടക്കേണ്ടത്. ഖിബിലാക്ക് മുന്നിടുമ്പോൾ 2 രൂപത്തിൽ ഖിബിലാക്ക് മുന്നിടലുണ്ട്. ഒന്ന് മരണാസന്നനായ വ്യക്തി,
മരണം ആസന്നമാകുന്ന ഏതാനും നിമിഷങ്ങൾക്കകം മരിക്കും എന്ന് കണ്ട ഒരു വ്യക്തിയെ ഖിബിലാക്ക് മുന്നിടിച്ച് കിടത്തണം എന്നുണ്ട്. അത് സുന്നത്താണ്. ആ ഖിബിലാക്ക് മുന്നിടിച്ച് കിടത്തൽ എങ്ങനെയാണ്? ആ ഖിബിലാക്ക് മുന്നിടിച്ച് കിടത്തൽ തലഭാഗം കിഴക്കോട്ടും കാല് പടിഞ്ഞാട്ടുമായിട്ടാണ് മരിക്കാൻ വേണ്ടി കിടക്കുന്ന വ്യക്തിയെ കിടത്തേണ്ടത്. അങ്ങനെയാണ്. അങ്ങനെ ഒരു ഖിബിലാക്ക് മുന്നിടലുണ്ട്. രണ്ട് രൂപത്തിൽ ഖിബിലാക്ക് മുന്നിടലുണ്ട്. ഒന്ന് മരിക്കാൻ ബാപ്പ വീട്ടിൽ ആരാണോ ഏകദേശം മരണമൊക്കെ അയക്കണ്, മരിക്കാൻ എന്തെയ്ക്കണം അയക്കണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും നമുക്കത് പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ആശുപത്രികളിലൊക്കെ മുസ്ലിം മാനേജ്മെൻറ്റൊക്കെ ഉള്ള ആശുപത്രികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ അവരും അതിന് സഹകരിക്കും. കുറേ ആളുകളൊക്കെ ഇപ്പോഴത്തെ ഡോക്ടേഴ്സിൽ നിന്ന് നല്ല ഡോക്ടേഴ്സൊക്കെ ഏകദേശം അവർക്കൊക്കെ വായിച്ചിട്ടും അറിഞ്ഞിട്ടൊക്കെ കുറേ വിജ്ഞാനങ്ങളുണ്ട്. കുറേ വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി ബേസിക്കായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ അറിയാം. അങ്ങനെ അറിയാത്ത ആൾക്കാരൊന്നുമല്ല, ഇപ്പോൾ പഴയമായിരുന്നല്ല, ഒക്കെ എല്ലാവർക്കും അറിയുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും, ഉൾക്കൊള്ളും. അപ്പോൾ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെയും നമുക്ക് പിന്നെ ICUയിലാണെങ്കിലും മറ്റ് സ്ഥലത്താണെങ്കിലും ഒക്കെ ഇങ്ങനെ ഖിബിലാക്ക് പടിഞ്ഞാട്ട് തിരിച്ച് കിടത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ അവരതിനെ എതിർക്കുന്നില്ല. പറ്റുമെങ്കിൽ അവർ സമ്മതിക്കും. അവിടുത്തെ സാഹചര്യവും സ്പേസൊക്കെ ഉണ്ടെങ്കിൽ അവരത് സമ്മതിക്കും. അപ്പോൾ അതൊരു സുന്നത്തായ കാര്യമാണ്. മരണാസന്നനായ വ്യക്തിയെ ഖിബിലയിലേക്ക് തിരിച്ച് കിടത്തുക. ആ ഖിബിലയിലേക്ക് തിരിച്ച് കിടത്തൽ എങ്ങനെയാണ്? അതിങ്ങനെയാണ്: തലഭാഗം കിഴക്കോട്ടും കാലുഭാഗം പടിഞ്ഞാട്ടുമായിട്ട് കിടത്തുക. ഇവിടെ ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ ഖിബിലാക്ക് മുന്നിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നാട്ടിലെ സാഹചര്യപ്രകാരം, നമ്മുടെ നാട്ടിലെ ഖിബിലയും മദീനത്തെ ഖിബിലയും തമ്മിൽ വ്യത്യാസമുണ്ട്. മദീനത്തെ ഖിബില തെക്ക് ഭാഗത്തേക്കാണ്, നമ്മുടെ ഖിബില പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഓരോ രാജ്യത്ത് ഓരോ ഭാഗത്തേക്കായിരിക്കുമല്ലോ ഖിബില. അപ്പം നമ്മുടെ നാടിൻ്റെ ശൈലി പ്രകാരം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് വടക്കോട്ട് തല തെക്കോട്ട് കാല്, വടക്കോട്ട് തല വെച്ച് തെക്കോട്ട് കാലും വെച്ച് വലത് ഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞ് കിടക്കുക. ഇതാണ് മഹാന്മാരായ ഉൽ ഇസ്തിഖ്ബാലു അലാ ദർബൈനി അഹദുഹുമാ ഇസ്തിഖ്ബാലുൽ മുഹ്തദിരി. പിന്നെ മുഹ്തദിറായ മരണാസന്നനായ വ്യക്തി കിടക്കുന്ന കിടത്തമാണ് ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ കിടക്കൽ വഹാദൽ ഇസ്തിൽഖാഉ മുബാഹുൻ ലിർരിജാലി വ മക്റൂഹുൻ ലിന്നിസായി. ഇങ്ങനെ മലർന്ന് കിടക്കുക എന്നുള്ളത് തലഭാഗം കിഴക്കോട്ടും കാലുഭാഗം പടിഞ്ഞാട്ടുമായിട്ട് മലർന്ന് കിടക്കൽ പുരുഷന്മാർക്ക് സുന്നത്തും മക്റൂഹുൽ ലിന്നിസായി പെണ്ണുങ്ങൾക്ക് കറാഹത്തുമാണ്. അത് ദിശ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഇങ്ങനെ കിടക്കൽ അതിന് തെക്കോടക്കായിരുന്നാലും ശരി കിഴക്ക് പടിഞ്ഞാറായിരുന്നാലും ശരി മലർന്ന് കിടക്കൽ പുരുഷന്മാർക്ക് അത് സുന്നത്തും സ്ത്രീകൾക്കത് കറാഹത്തുമാണ്. മലർന്ന് കിടക്കൽ മക്റൂഹുൽ ലിന്നിസായി, സ്ത്രീകൾക്കത് കറാഹത്തുമാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്ന രൂപത്തിൽ ഏറ്റവും മുസ്തഹബായിരിക്കുന്ന രൂപം ഈ രൂപത്തിൽ കിടക്കലാണ്. എങ്ങനെ കിടക്കലാണ്? ഒന്ന്, ഖിബിലാക്ക് മുന്നിട്ട് കിടക്കുക. രണ്ടാമത്തെ നിബന്ധന വനം അല യമീനിക്ക, വലഭാഗത്തിൻ്റെ മേൽ കിടക്കുക. വലഭാഗത്ത് ഇത് രണ്ടാമത്തെ അദബാണ്. ഒന്ന് ഖിബിലാക്ക് മുന്നിട്ടാവുക, രണ്ടാമത്തത് ആ ഖിബിലാക്ക് മുന്നിട്ട് കിടക്കുമ്പോൾ തന്നെ ഇടഭാഗവും ആക്കാം വലഭാഗവും ആക്കാം. നേരെ തിരിച്ച് തല തെക്കോട്ടും തല വടക്കോട്ടും തല തെക്കോട്ടും കാല് വടക്കോട്ടുമായിട്ടും ഖിബിലാക്ക് തിരിഞ്ഞെടുക്കാമല്ലോ. പക്ഷെ അവിടെ സുന്നത്ത് നേരത്തെ പറഞ്ഞതുപോലെ തല വടക്ക് ഭാഗത്തും കാല് തെക്ക് ഭാഗത്തുമായി വലഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കുക എന്ന രണ്ടാമത്തെ സുന്നത്താണ്. ഖിബിലാക്ക് തിരിയുമ്പോൾ വലഭാഗം കൊണ്ടും തിരിയാം, ഇടഭാഗം കൊണ്ടും തിരിയാം. ഖിബിലാക്ക് തിരിയൽ ഒന്നാമത്തെ സുന്നത്തും ആ ഖിബിലാക്ക് തിരിയുമ്പോൾ വലഭാഗം കൊണ്ട് തിരിയൽ രണ്ടാമത്തെ സുന്നത്തുമാണ്. ഇതാണ് ഏറ്റവും ഉത്തമമായ കിടത്തം. ഡോക്ടർമാർ വൈദ്യന്മാരൊക്കെ പറയുന്നത് കിടക്കുമ്പോൾ ഇടഭാഗം വെച്ച് കിടക്കണമെന്നാണ്. അവരുടെ വാദം അങ്ങനെയാണ്. കിടക്കുമ്പോൾ ഇടഭാഗം, നെഞ്ച് ഹൃദയം അവിടെ ആയതുകൊണ്ടിട്ട് അത് ഭൂമിയോട് പ്രസ് ചെയ്തുകൊണ്ട് കിടക്കലാണ് ഉത്തമം എന്നാണ് അവരുടെ വാദം. അത് ദഹന പ്രക്രിയക്കും മറ്റൊക്കെ ഏതാണ് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ചില പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരം ഇടഭാഗത്ത് കിടന്നിട്ട് പിന്നെ എങ്ങനെ കിടക്കുക, വലഭാഗത്തേക്ക് കിടക്കുക, അങ്ങനെയും ചെയ്യാവുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും സുന്നത്തായ രൂപം ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ സുന്നത്തായ രൂപം കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് കിടക്കുക എന്നുള്ളൊരു സുന്നത്ത്. ആ കിബിലയിലേക്ക് തിരിയുമ്പോൾ തന്നെ വലഭാഗം കിബിലയിലേക്കാവുക എന്നുള്ളത് രണ്ടാമത്തെ സുന്നത്ത്. അപ്പോൾ ഒരാൾ ഇടഭാഗം കിബിലയിലേക്കാക്കിയാൽ ഒരു സുന്നത്ത് പോയി, കിബിലയിലേക്ക് തിരിഞ്ഞെടുക്കുക എന്നുള്ള സുന്നത്ത് കിട്ടും. വലഭാഗം കിബിലയിലേക്കാക്കുക എന്നുള്ള രണ്ടാമത്തെ സുന്നത്ത് പോകും. നേരത്തെ പറഞ്ഞ മാതിരി തലഭാഗം വടക്ക് ഭാഗത്തേക്കും കാലുഭാഗം തെക്ക് ഭാഗത്തേക്ക് കിടക്കുമ്പോൾ രണ്ട് സുന്നത്ത് കിട്ടി. തിരിച്ചെടുക്കുകയാണെങ്കിലോ, തിരിച്ചെടുക്കുമ്പോൾ കിബിലയിലേക്ക് മുന്നിട്ട് കിടക്കുന്നു,
പക്ഷേ വലഭാഗം കിബിലയിലേക്കായില്ല എന്നുള്ള ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു. 4 രൂപത്തിലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. ആ 4 രൂപത്തിൽ നിന്നിട്ട് സുന്നത്തായ രൂപം ഈ 2 രൂപങ്ങളാണ്. ഈ 2 രൂപം കൂടി അനുഷ്ഠിച്ച് കിടക്കലാണ്. ഏതുപോലെ കമാ യുദ്ജഉൽ മയ്യിത്തു ഫീ ലഹദിഹി, ഒരു മയ്യത്തിന് ഖബറിൽ കിടത്തുന്നത് പോലെ കിടക്കണമെന്ന്. മയ്യത്ത് ഖബറിൽ അങ്ങനെ കിടക്കുക. അപ്പോൾ ആ മയ്യത്ത് ഖബറിൽ കിടക്കുന്നത് പോലെ കിടക്കണം. അങ്ങനെ കിടന്നിട്ടതിന് ശേഷം പറയുന്നുണ്ട്, ഒസാലി മാമ പറയുന്നുണ്ട്, അവൻ മരണത്തെ ഓർക്കണം. പടച്ചോനെ, ഞാൻ ഇങ്ങനെ കിടക്കേണ്ടവനാണല്ലോ, ഞാൻ ഇങ്ങനെ കിടക്കേണ്ടവനാണല്ലോ. ഇപ്പം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചില്ലേ അർജുൻ്റെ സ്ഥിതി? എല്ലാവരും അത് ചർച്ച ചെയ്യുകയാണ്. എന്താണിപ്പോൾ അതൊക്കെ? ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ പലതും കാണിച്ചു തരികയാണ്. നമ്മൾ മുമ്പൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാത്തതൊക്കെ ഇപ്പോൾ നമ്മളെന്ത് ചെയ്യാണ്? കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണം എങ്ങനെയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഏത് രൂപത്തിലാണ് ജല്ല ജലാലുവായ അല്ലാഹു ഓരോന്നോരോന്നും നിയന്ത്രിക്കുന്നത്? അപ്പോൾ കിടക്കുന്ന അവസരത്തിൽ ഞാൻ പടച്ചോനെ, ഞാൻ ഇങ്ങനെ കിടക്കണമല്ലോ, ഇങ്ങനെ കിടക്കേണ്ട, എന്തായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും ശരി, അതുണ്ടാവുമല്ലോ, അതുണ്ടാവാതിരിക്കൂലല്ലോ, ഞാനിങ്ങനെ കിടക്കണമല്ലോ എന്നുള്ള ചിന്ത, ആ ചിന്തയോടുകൂടെ അവൻ ഖബറിൽ കിടക്കുന്നത് പോലെ കിടക്കണം. അതാണ് ഏറ്റവും ഉത്തമമായ യകൂനു വജൂഹുക ഖിബാലത്തി ബദനിക ഇലൽ ഖിബലത്തി. അപ്പോൾ അവൻ്റെ മുഖം ഖിബലയിലേക്ക് ആകുന്ന രൂപത്തിൽ, മുഖം ഖിബലയിലേക്ക് തിരിച്ചിട്ട് ആ രൂപത്തിൽ ഖബറിൽ കിടക്കുന്നത് പോലെ കിടക്കലാണ് സുന്നത്ത്. അമ്മൻ നൗമു അലൽ വുജൂഹി, കമിഴ്ന്ന് കിടക്കൽ, ഫഹുവ നൗമു ശയാത്തീൻ, അത് ശൈത്താന്മാരെ ഉറക്കാണ്. കമിഴ്ന്ന് കിടക്കൽ ശൈത്താന്മാരെ ഉറക്കാണ്. ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു ദുസ്വഭാവമുണ്ട്. അപ്പോൾ അത് പതുക്കെ ഇല്ലാതാക്കണം. പെട്ടെന്ന് ഓൽക്കത് മാറ്റാൻ കഴിയില്ല. പെട്ടെന്ന് മാറ്റിയാൽ ഓൽക്ക് ഉറങ്ങാൻ കഴിയില്ല. ഓല അങ്ങനെ ശീലിച്ചിട്ട് ചില കുട്ടികളുണ്ട്. അപ്പോൾ ആ നൗമു ശയാത്തീൻ, പിശാചുക്കളുടെ ഉറക്കാണ്. അമ്മൻ നൗമു അലൽ വുജൂഹി, വുജൂഹിൻ്റെ മേലെ അതൊക്കെ കമിഴ്ന്ന് കിടക്കൽ അത് നൗമു ശയാത്തീൻ, ശൈത്താന്മാരുടെ ഉറക്കാണ്. അത് പതുക്കെ നമ്മുടെ കുട്ടികളിൽ നിന്നിട്ട് അതില്ലാതെയാക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം. ഏറ്റവും നല്ല രൂപം ഇങ്ങനെയാണ്. ഒന്നാമത്തെ രൂപം നേരത്തെ പറഞ്ഞ പോലെ. രണ്ടാമത്തെ രൂപം ഈ തലഭാഗം തെക്ക് ഭാഗത്തേക്കും കാലുഭാഗം വടക്ക് ഭാഗത്തേക്കുമായിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് കിടക്കൽ. പിന്നെ ഒരു രൂപമാണ് നേരത്തെ പറഞ്ഞ മാതിരി മരണാസനനായ ആൾ കിടക്കുന്ന രൂപം. ആ കിടക്കുമ്പോൾ തലഭാഗം കിഴക്കോട്ടും കാലുഭാഗം പടിഞ്ഞാട്ടുമായിട്ടുള്ള രൂപം. ഇങ്ങനെയാണ് കിടക്കേണ്ടത്. അതല്ലാതെ കമിഴ്ന്ന് കിടക്കുക എന്നുള്ളത് ശൈത്താന്മാരുടെ ഉറക്കിൽപ്പെട്ടതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. ഇനി മൂന്നാമത്തത്, അപ്പോൾ ഒന്നാമത്തത് വലത് ഭാഗത്തേക്ക് ഖിബലയിലേക്കായി കിടക്കുക, രണ്ടാമത്തത് വലത് ഭാഗം ഖിബലയിലേക്കായി കിടക്കുക. ഇനി മൂന്നാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഗസാലി ഇമാം പറയുന്നു, ഫകുൻ മുസ്തഇദ്ദൻ ലിലിഖാഇഹി അന്നൻ നൗമ മിസ്ലുൽ മൗത്തി, മരണം പോലെയാണ് ഉറക്ക്. മരണം പോലെ തന്നെയാണ്, അതൊരു മിനി മരണമാണ്. മിനി മരണമാകുമ്പോൾ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വലഅല്ലാഹു തആല യഖ്ബിലു റൂഹക ഫീ ലൈലതിക, ഒരു പക്ഷേ ആ ഉറക്കോടുകൂടെ നിൻ്റെ റൂഹിനെ അല്ലാഹു കൊണ്ടുപോയേക്കാം. നീ മരിച്ചു പോയേക്കാം. അതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ അള്ളാനെ കാണേണ്ടി വരും എന്നൊരു തയ്യാറെടുപ്പോട് കൂടെ കിടക്കണം. ചിലപ്പം അള്ളാനെ കാണേണ്ടി വരുമെന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, റൂഹ് അല്ലാഹ് തിരിച്ചു തരാതിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തിരിച്ചു തരാതിരുന്നാൽ പിന്നെ എനിക്കിവിടെ ജീവിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പം എന്ത് ചെയ്യണം? അപ്പോൾ ഫകുൻ മുസ്തഇദ്ദൻ ലിലിഖാഇഹി ബിഅൻ തനാമ അലാ തഹാറത്തിൻ വആദാ സാലിസുൽ ആദാബ്, നീ ശുദ്ധിയോടുകൂടെ ഉറങ്ങണം, ഒളു എടുത്തുകൊണ്ട് ഉറങ്ങണം. അപ്പോൾ ഒളുവോടുകൂടെ അള്ളാഹനെ കാണാൻ കഴിയുള്ളൂ, ഒളു എടുത്തുകൊണ്ട് ഉറങ്ങണം. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ആ ഒളു ഭാര്യയെ തൊട്ടാൽ മുറിയില്ല. ഭാര്യയും ഭർത്താവും കൂടി ഒരു വിരിപ്പിൽ കിടക്കൽ സുന്നത്താണ്. രണ്ടാളും കൂടി ഒരു തലയണ ഉപയോഗിക്കൽ സുന്നത്താണ്. രണ്ടാളും കൂടി ഒരു പുതപ്പ് ഉപയോഗിക്കൽ സുന്നത്താണ്. ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്, അങ്ങനെ ചെയ്യണം. അങ്ങനെ സ്പർശനം എന്നുള്ളത് ഉണ്ടായാൽ ആ സ്പർശനം കൊണ്ട് ആ ഉളുവിന് തകരാറില്ല. കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഉളു കൊടുത്താൽ ആ ഉളു ഈ ഭാര്യനെ സ്പർശിച്ച ഈ സ്പർശനം, അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഉളു കൊടുക്കേണ്ടി വരുമല്ലോ. ഭാര്യയുമായിട്ട് ഉറങ്ങുന്ന അവസരത്തിൽ ഉളു പറഞ്ഞാൽ പിന്നെയും ഉളു കൊടുക്കുമ്പോൾ സുബഹി വരെ പിന്നെ ഉളു കൊടുക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഉളുവിനിക്ക് തകരാറ്, ആ ഉളുവിനിക്ക് ഈ സ്പർശനം കൊണ്ട് ഭാര്യയെ സ്പർശിക്കൽ കൊണ്ടിട്ട് തകരാറില്ല.
പിന്നെ അമിതമായ സ്പർശനങ്ങളോ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടായാലേ അത് മുറിയുള്ളൂ. അമിതമായ സാധാരണയിൽ കവിഞ്ഞ രൂപത്തിലൊക്കെ സ്പർശനങ്ങളോ മറ്റൊക്കെ ഉണ്ടായാലേ ആ ഉളുവിന് തകരാറ് പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഉളുവിന് തകരാറ് പറ്റില്ലെന്നും ബന്ധപ്പെട്ടതിന് ശേഷമാണെങ്കിൽ കുളിക്കുന്നില്ലെങ്കിൽ രണ്ടുപേരും ഒളു കൊടുത്ത് ഉറങ്ങൽ അതും സുന്നത്താണ്. കുളി സുബഹിൻ്റെ നേരത്തേക്കാണ് നീട്ടി വെക്കുന്നെങ്കിൽ വിരോധമൊന്നുമില്ല. അങ്ങനെ കുളിക്കുന്നില്ലെങ്കിൽ രണ്ടുപേരും ഒളുവിൻ്റെ മേലിൽ ഉറങ്ങൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒളു പിന്നീട് മുറിയണമെങ്കിൽ മലമൂത്ര വിസർജനം കൊണ്ട് ആ ഒളു മുറിയുള്ളൂ. ജനാപത്തുകാരനായ ആൾ ഒളു കൊടുത്തു, ജനാപത്തുകാരനായ ആൾ ഒളു എടുത്തിട്ട് പിന്നെയും ഭാര്യയും ഭർത്താവുമാരും തമ്മിൽ സ്പർശനമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒളു ജനാപത്തുകാരൻ എടുത്ത ആ ഒളു കൊണ്ട് നിസ്കരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ആ ഒളു പിന്നെ മുറിയണമെങ്കിൽ അത് മലമൂത്ര വിസർജനം കൊണ്ടിട്ടാണ് ആ ഒളു മുറിയുക. എന്നല്ല സ്പർശനം കൊണ്ടിട്ട് ആ ഒളു മുറിയില്ല. സ്പർശനം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ആ ഒളു മുറിയുകയില്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ മര്യാദ ശുദ്ധിയോടുകൂടെ ഒളുവോടുകൂടെ ഉറങ്ങുക. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു ഉറങ്ങിയിരുന്നത്, ഒളു എടുത്തിട്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. നാലാമത്തെ മര്യാദ അൻ തകൂന വസിയ്യത്തുക മക്തൂബത്തൻ തഹത വിസാദത്തിക. നിൻ്റെ വസിയ്യത്തൊക്കെ എഴുതി എപ്പോഴും തലയണയുടെ ചോട്ട് വെക്കണം. അത് തലയണയുടെ ചോട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ വസിയ്യത്ത് കിട്ടുന്നിടത്ത് വെക്കണം എന്നുള്ള അർത്ഥമാണ്. തലയണയുടെ ചോട്ടായിരുന്നാലും ഇവിടെ സെൽഫിലായിരുന്നാലും ഇവിടെ വസിയ്യത്ത് കിട്ടുന്നിടത്ത് വെക്കണം. അപ്പോൾ എപ്പോഴും നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്നിന്ന വസിയ്യത്തുകളൊക്കെ ഉണ്ട്, ഇന്നിന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് ആവശ്യമുള്ള വ്യക്തി, ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ വസിയ്യത്ത് ചെയ്യേണ്ടതെങ്കിൽ വസിയ്യത്ത് എപ്പോഴും എഴുതി റെഡിയാക്കി വെക്കണം. എപ്പോഴാണ് മരിക്കുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കിടക്കുന്നതിൻ്റെ മുമ്പ് വസിയ്യത്തുകളൊക്കെ ഓരോ ദിവസവും എഴുതി വെക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മൊത്തം എഴുതി വെക്കുകയാണെങ്കിൽ അങ്ങനെ വസിയ്യത്തൊക്കെ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. അതേപോലെ തന്നെ ഹജ്ജിന് പോകുമ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വസിയ്യത്തുകളൊക്കെ എഴുതി വെക്കണം. തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ആ രൂപത്തിൽ വസിയ്യത്തുകളൊക്കെ എപ്പോഴും ക്ലിയർ ആക്കി വെക്കണം. ഇത് നാലാമത്തെ മര്യാദയാണ് വസിയ്യത്ത്. എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്? വന്നൽ അംബാത്ത യതസാവറൂന ഫീ ഖുബൂരിഹിം സിവാഹു. മരിച്ചുപോയ ആൾക്കാർ ഖബറുകളിൽ അവർ മറ്റുള്ളവരെ സന്ദർശിക്കുന്നതാണ്. മിനിങ്ങളായ ആൾക്കാർക്ക് അത് കഴിയുള്ളൂ, അല്ലാത്ത ആൾക്കാർ അദാബിലല്ലേ, ശിക്ഷയിലല്ലേ, അവർക്ക് ഖബറിൽ സിയാറത്ത് ചെയ്യാൻ കഴിയുന്നു. അവരിങ്ങനെ അങ്ങോട്ടൊക്കെ പോകും. ഇവിടെ കിടക്കണമെന്ന് അവിടെ പോവും, അവിടെ കിടക്കണമെന്ന് ഇവിടെ പോവും, അങ്ങനെ ഖബറുകളിൽ. അപ്പോൾ ഖബറുകളിൽ യതസാവറൂന ഫീ ഖുബൂരിഹിം സിവാഹു, അവർ ഓരോരുത്തരും മറ്റുള്ളവരെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുന്നത് ഫയഖൂലു ബഅദുഹും ലിബഅദിൻ മാ ബാലു ഹാദൽ മിസ്കീൻ ഫയഖാലു ഇന്നഹു മാത ബിഗൈരി വസിയ്യത്തിൻ. ഖദാ നുഖില അൻ ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഇവർ പറയും, ഇബൻ എന്ത് പോയത്തക്കാരനാണ്, ഇവൻ മരിക്കണതിന് മുമ്പ് വസിയ്യത്തൊന്നും എഴുതിയില്ല. അപ്പോൾ വസിയ്യത്തൊക്കെ എഴുതാത്തൊരു മിസ്കീനാണ്, ഒരു പോയത്തക്കാരനാണ് ഇവന് എന്ന് ഒരു പരസ്പരം പറയും. മരിച്ച ആൾക്കാർ പറയും, വസിയ്യത്ത് എഴുതി വെക്കാതെ പോയാൽ ഓനൊരു മോശക്കാരനാകും. ഖബറാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയും, ഒരു പോയത്തക്കാരൻ മിസ്കീനാണ്, വസിയ്യത്തൊക്കെ എഴുതി വെക്കാതെ വന്ന ആളാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറാളികൾക്ക് നൽകുമെന്നും ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട്. ഖബറാളികളായ ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും സിയാറത്ത് ചെയ്യാനും സന്ദർശിക്കാനും ബന്ധപ്പെടാനൊക്കെ കഴിയും, ആത്മാക്കൾക്ക് ബന്ധപ്പെടാനൊക്കെ കഴിയും എന്ന് അൽ അർവാഹു ജുനൂദും മുജന്നദ ഇദാ തആറഫ ഇഖ്തലഫ വഇദാ തനാക്കറ ഇഫ്തറഖ എന്ന ഹദീസുണ്ട്. പരസ്പരം പരിചയമുള്ള റൂഹുകൾക്ക് ബന്ധപ്പെടാൻ കഴിയും. അപ്പോൾ നല്ലവരായിട്ട് പരിചയപ്പെട്ട ആൾക്കാർക്ക് നല്ല ബന്ധങ്ങൾ കിട്ടും, ചീത്തവരായിട്ട് പരിചയപ്പെട്ട ആൾക്കാർ പുതിയൊരു ബന്ധം പുതുക്കാൻ കഴിയില്ല. അവിടെ ആത്മീയ ലോകത്തിൽ പുതിയ ബന്ധം ഉണ്ടാക്കാൻ കഴിയില്ല. ഇവിടെ ഉണ്ടാക്കിയ ബന്ധം അത് പുലർത്താനേ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നല്ലവരായിട്ടാണ് ബന്ധമെങ്കിൽ അവിടെ നല്ലവരായിട്ട് ബന്ധം ഉണ്ടാവും. ആ നല്ലവർ അവർക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കണം. അപരിചിതരായ ആളുകളുമായിട്ട് ഇതാ തആറഫ ഇഖ്തലഫ ഇദാ തനാക്കറ ഇഫ്തറഖ എന്നാണ് പറഞ്ഞത്. പരസ്പരം പരിചയമുള്ള ആളുകൾക്ക് ഒത്തുകൂടാൻ കഴിയും, പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഒത്തുകൂടാൻ കഴിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഭയങ്കര ഒത്തുകൂടലാവുമല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് മരിച്ച ആൾക്കാരില്ലേ, അപ്പോൾ അവരൊന്ന് പരിചയം ഉണ്ടെങ്കിൽ ഉണ്ടാവും. ആ പരിചയം എങ്ങനെയൊക്കെയാണെന്നാണ്, പരിചയം മഹബത്ത് കൊണ്ട് പരിചയം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഗൗസുൽ ആദമിനെ നമ്മൾ കണ്ടിട്ടില്ല, ഗൗസുൽ ആദമിൻ്റെ സദസ്സിൽ പോയിട്ട് നമ്മൾ ഇരുന്നിട്ടില്ല, പക്ഷേ ഗൗസുൽ ആദമിനോട് ഭയങ്കര സ്നേഹമാണ്. അമ്പർത്ത് തങ്ങൾ പാപ്പാനെ കണ്ടിട്ടില്ല, അവിടെ പോയി ഇരുന്നിട്ടില്ല, ഭയങ്കര സ്നേഹമാണ് നമുക്ക് അവരോടൊക്കെ. നമ്മൾ അമ്പർത്ത് വന്ന് പോവും, സന്തോഷം ഉണ്ടാകുമ്പോഴും പോവും, ദുഃഖം ഉണ്ടാകുമ്പോഴും പോകും. ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ അതും ഒരു പരിചയം തന്നെയാണ് ആ രൂപത്തിൽ. അതേപോലെ തന്നെ വരക്കൽ മുല്ല കോയത്തങ്ങൾ, ഇങ്ങനെ ഒരുപാട് മഹാന്മാരായ ആൾക്കാർ, അവരൊക്കെ ഒരുപാട് നമ്മുടെ
കുട്ടികൾക്കും പ്രായമുള്ള ആൾക്കാർക്കും നമ്മുടെ രാജ്യത്ത് ജീവിച്ച ആൾക്കാരെ പറ്റി വരെ അറിയില്ല. നമ്മുടെ രാജ്യത്ത് ജീവിച്ച മഹാന്മാർ അവരെ പറ്റി വരെ അറിയില്ല. പരിസരത്തുള്ള ശുഹദാക്കൾ, പരിസരത്തുള്ള ഔലിയാക്കന്മാർ ഇവരെ പറ്റി വരെ അറിയില്ല. അതെന്തുകൊണ്ട് അറിയില്ല? നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണില്ല. നമ്മുടെ മക്കൾക്കും ബന്ധപ്പെട്ട ആളുകൾക്കും നമ്മുടെ സംസാരങ്ങളിലൊന്നും വരുന്നില്ല. അമ്പർത്ത് തങ്ങൾ പാപ്പാനെ പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, നമുക്കറിയില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ തന്നെ ജീവിച്ച നെയ്യം മുഹമ്മദ് മുസ്ലിയാരെ പോലത്തെ ആൾക്കാരും അതേപോലെ തന്നെ മരക്കാരുട്ടി മുസ്ലിയാരെ പോലത്തെ ആൾക്കാരും ആ ആൾക്കാരെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. കുട്ടികൾ മനസ്സിൽ നിൽക്കുള്ളൂ, അത് പറഞ്ഞു കൊടുക്കണില്ല. അവരെ പറ്റി നമുക്കാദ്യം അറിയുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇങ്ങനെ ഇവിടെ വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ഈ മഹാന്മാരായ ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമുക്കൊരു പരിചയം ഉണ്ടായാൽ, നമ്മളവരെ പറ്റി സ്നേഹിക്കുക ചെയ്താൽ അവരുമായിട്ടൊക്കെ മരണശേഷം ഇടപഴകാൻ സാധിക്കുമെന്നാണ് ഹദീസ്. മരണശേഷം അവരുമായിട്ടൊക്കെ ഇടപഴകാൻ സാധിക്കും. അപ്പോൾ മരണശേഷം നല്ലൊരു സുഖമല്ലേ? നല്ല നല്ല ആളുകളുമായിട്ട് ദിവസം ബന്ധപ്പെടാനും കൂടി ഇടപഴകാനൊക്കെ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ അവസരമൊന്നുമല്ലല്ലോ, ചെറിയതൊന്നുമല്ലല്ലോ, നല്ല കാര്യമില്ലേ അത്? അപ്പം അതുകൊണ്ടാണ് മഹാന്മാരായ ആൾക്കാർ എപ്പോഴും നല്ലവരുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതും മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും. അപ്പോൾ റൂഹുകൾ പരസ്പരം കാണും. അങ്ങനെ കാണുമ്പോൾ വസിയ്യത്ത് എഴുതി വെക്കാതെ വന്നവനെ ഒരു പോയത്തക്കാരനായിട്ട് കാണും. ഇവന് പോയത്തക്കാരനാണ്. അപ്പോൾ വസിയ്യത്ത് ചെയ്യേണ്ട ആൾക്കാർ വസിയ്യത്തൊക്കെ എഴുതിയിട്ട് എപ്പോഴും അത് ക്ലിയറാക്കി വെക്കണം. എന്തൊക്കെയാണോ അവനക്ക് വസിയ്യത്ത് വേണ്ടത്, എൻ്റെ സ്വത്തിൽ നിന്ന് ഇത്ര സ്വത്ത് ഇന്ന പള്ളിക്ക് കൊടുക്കണം, മാനസ് കൊടുക്കണം, എനിക്ക് ഇന്ന നേർച്ചകളുണ്ട്, അതൊക്കെ എന്ത് ചെയ്യണം. ഇങ്ങനെ ശറഇൽ അംഗീകരിക്കപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വസിയ്യത്ത് ചെയ്യാവുന്നതാണ്. അത് എഴുതി വെക്കണം എന്നാണ് 4ാമത്തെ നിബന്ധന. അൽ ഖാമിസു അൻ തനാമ തായിബൻ. 5ാമതായി പറഞ്ഞത് തൗബ ചെയ്തുകൊണ്ട് ഉറങ്ങണം. മിന ദുനൂബി മുസ്തഗ്ഫിറൻ, പൊറുക്കലിനെ തേടിക്കൊണ്ട്, അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട്. പൊറുച്ചവനെ എന്ന് രാവിലെ മുതൽ ഇത്ര സമയം വരെ എന്താ ഇപ്പം എൻ്റെ കഥ, ഞാനിപ്പോൾ എന്താ ചെയ്തത്, എന്താ ഇപ്പം എന്നെ കൊണ്ടായത്, ഞാനിപ്പോൾ എന്താ ഇപ്പം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തത്, പൊറച്ചവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോൾ നാളത്തെ കഥ ഇപ്പം എന്താണ്, നാളെ നീച്ചാൽ ഇപ്പോൾ ആഫിയത്ത് ഉണ്ടാവുമോ, ഒരു ഭാഗം കുഴഞ്ഞു പോകുമോ, കണ്ണ് കാണുമോ, എന്തായിരിക്കും ഇപ്പോൾ നാളത്തെ അവസ്ഥ, അല്ല അറ്റാക്ക് ഉണ്ടാവുമോ, എന്തായിരിക്കും ഇപ്പോൾ അവസ്ഥ, നാളെ നീച്ചില്ലെങ്കിലോ മരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും. അതുകൊണ്ട് പടച്ചോനെ എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുക. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖാല ഹീന യഅ്വാ ഇലാ ഫിറാശിഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി 3 മറാത്ത്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം. ഈ 4 വാക്കുകൾ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നല്ല, പിന്നെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് 3 വട്ടം ഒരാൾ പറഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ, എന്താ ഒരു പണിയുള്ള കാര്യം ഇപ്പോൾ പറയാം, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് 3 മറാത്ത്, 3 വട്ടം പറഞ്ഞാൽ ഗഫറല്ലാഹു തആല ദുനൂബഹു, അള്ളാഹു അവൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും. അങ്ങനെ 3 വട്ടം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് അതിൻ്റെ 5ാമത്തെ മര്യാദ ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ഉറങ്ങണം. അതാണ് 5ാമത്തെ മര്യാദ. ആസിമൻ അല്ലാ തഊദ ഇലാ മഅസിയത്തിൻ, പടച്ചോനെ ഇനി ഞാൻ ദോഷമൊന്നും ചെയ്യൂല, വന്നുപോയി, എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തത്, എന്തൊക്കെയാണ് ഇപ്പോൾ വന്നത്, പടച്ചോനെ ആയുസ് ഇപ്പോൾ കുറഞ്ഞില്ലേ, 24 മണിക്കൂർ കുറഞ്ഞില്ലേ, എൻ്റെ ആയുസ്സിൽ നിന്ന് 24 മണിക്കൂർ കുറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ആയുസ് കുറവായില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ദോഷമൊന്നും ചെയ്യൂല, നാളെ നീച്ചാൽ ഞാൻ ദോഷമൊന്നും ചെയ്യൂല എന്ന ഒരു ദൃഢത. വഅസിം അലൽ ഖൈരി ലിജമീഇൽ മുസ്ലിമീൻ ഇൻ ബഅസകല്ലാഹു തആല. അതും ഹദീസിൽ കാണാം. പടച്ചോനെ ഇനി ഞാൻ നാളെ മുതൽ ഖൈറ് ചെയ്യുള്ളൂ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ ആൾക്കാർക്ക് ഞാൻ നന്മേ ചെയ്യുള്ളൂ, ഞാൻ ഒന്നും ചെയ്യൂല. അതിൽ ഹദീസിൽ കാണാം, മൻ ആവാ ഇലാ ഫിറാശിഹി ലാ യൻവി ദുൽമ അഹദിൻ വലാ യഹ്ഖിദു അലാ അഹദിൻ ഗഫറ ലഹു മജ്തറമ. ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ
പടച്ചോനെ ഇനി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കലൊന്നും ചെയ്യൂല, ആർക്കും വശമുള്ളതൊന്നും ചെയ്യൂല, വശമുള്ള വാക്കുപോലും ഞാൻ പറയില്ല, ആരോടും ഞാൻ അസൂയ വെക്കൂല എന്നൊക്കെ നല്ല നീയത്തോടു കൂടെ ഒരാൾ ഉറങ്ങിയാൽ ഓഫറ ലഹു, അള്ളാഹു അവനക്ക് പുറത്തു കൊടുക്കും മജിത്തറമ, ഓൻ ചെയ്ത അക്രമങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കും എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ 3 വട്ടം നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് കിടക്കുക. എന്നിട്ട് ഗസാലി ഇമാം പറഞ്ഞു വതദക്കർ അന്നക സതൽതജിഉ ഫിൽ ലഹദി കദാലിക, അവിടെ നീ ഓർക്കണം, തൗബൊക്കെ ചെയ്ത് പൊറുക്കലിനെ തേടിയതിന് ശേഷം നീ ഓർക്കണം, ഇനി ഞാനിങ്ങനെ കിടക്കാൻ പോവാണ് ഖബറിൽ ഞാൻ അങ്ങനെ കിടക്കേണ്ടി വരും. വഹീദൻ ഫരീദൻ, വഹീദൻ ഒറ്റക്ക്, ഫരീദൻ ആരും കൂട്ടില്ലാതെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. ലൈസ മഅക ഇല്ലാ അമലുക വലാ തുജ്സ ഇല്ലാ ബിസഈക, എൻ്റെ കൂടെ ചെയ്ത അമലേ ഉണ്ടാവുള്ളൂ, വേറൊന്നും കൂടെ ഉണ്ടാവില്ല. ഖബറിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കേണ്ടി വരും, എൻ്റെ കൂടെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല, അമലേ ഉണ്ടാവുള്ളൂ. ഞാൻ ചെയ്ത അമൽ ഒരു മനുഷ്യക്കോലത്തിൽ വരുമെന്ന് ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട്. നല്ല അമലുകൾ ചെയ്ത വ്യക്തികൾക്ക് അതൊരു മനുഷ്യക്കോലത്തിലായിട്ട് ഖബറിൽ വരും. അമൽ ചെയ്യുന്നതിനനുസരിച്ച് ആ കോലത്തിന് മാറ്റം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകൃതിയും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ സൗന്ദര്യവും ആ വന്ന വ്യക്തിയുടെ സൗന്ദര്യവും നമ്മുടെ ആകർഷതയും ഒക്കെ വ്യത്യാസപ്പെടും അമൽ കൂടുന്നതിനനുസരിച്ച്. അമലിങ്ങനെ കൂടി, ആ അമൽ സ്വാലിഹായ അമലായി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ വ്യക്തി അതേ രൂപത്തിൽ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും പിന്നെ ഒരു നേരം പോക്കിനൊരു വിഷയം വരുന്നില്ല. ഒരു 10 മിനിറ്റ് വീട്ടിൽ ആരും ഇല്ലാതെ നോക്കുമ്പോൾ എന്തേക്കാരം എൻ്റെ ഇടങ്ങാറ്. ഒരു 10 മിനിറ്റ് ഭാര്യ വിട്ട് പോയി, കുട്ടികൾ സ്കൂൾക്കും പോയി, ഒരു 10 മിനിറ്റ് അവിടെ ജാതി ഇടങ്ങേറ്, ഏതൊരു ഗുഹയിലാകപ്പെട്ടമാതിരി. നമ്മളെ പേരൊക്കെ തന്നെയാണെങ്കിൽ കൂടെ ആരും ഇല്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു ഇടങ്ങേറുണ്ടാവും. ഈ ആരും ഇല്ലാതെ ഈ ഖബറിൽ എത്ര കിടക്കണം. അതാണ് ഗസാലിമ പറഞ്ഞ് ഓർക്കണം, പടച്ചവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണമല്ലോ, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണമല്ലോ. അപ്പോൾ ആരാ ഉണ്ടാവും? അമലേ ഉണ്ടാവുള്ളൂ, ഒരു സംശയവുമില്ല. അതിന് അമൽ കൂട്ടുണ്ടാവും ഖബറിൽ എന്നുള്ളത് ആയത്ത് കൊണ്ടും ഹദീത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. മുത്തുനബി പലയിടത്തും പറഞ്ഞതാണ്, അമൽ കൂട്ടുണ്ടാവും, ഖബറിൽ കൂട്ടുണ്ടാവും, അതേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും കൂട്ടുണ്ടാവില്ല. അമൽ ജാരിയായ സദഖ, വഖഫ്, അതേപോലെ തന്നെ ജാരിയായ സദഖകളാണെങ്കിൽ നിർബന്ധമാണ്, അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ നിസ്കരിച്ച നോമ്പ് നോറ്റൊക്കെ അള്ളാഹ് സ്വീകരിച്ചിരിക്കണമെങ്കിൽ അതൊക്കെ ഖബറിലുണ്ടാവും. അത് നീ ഓർക്ക്. ലൈസ മഅക ഇല്ലാ അമലുക, നിൻ്റെ അമലല്ലാതെ, നിൻ്റെ അധ്വാനമല്ലാതെ, വലാ തുജ്സ ഇല്ലാ ബിസഈക, നല്ല അധ്വാനം, ആ അധ്വാനം കൊണ്ടല്ലാതെ ഖബറിൽ കിട്ടൂല. അതല്ലേ ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് നിസ്കരിക്കുമ്പോഴുള്ള ഒരു സന്തോഷം, അതല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള സന്തോഷം, അതല്ലേ പടച്ചോനെ നിസ്കരിക്കാനല്ലേ അള്ളാഹ് ഉറക്കി. ഇനി ഗസാലി ഇമാം പറയുന്നുണ്ട് എത്ര മണിക്കൂറാണ് ഉറങ്ങേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മുന്നിൽ നിൽക്കാൻ അവസരം തരില്ലേ. അള്ളാഹ് അവസരം തന്നുകൊണ്ടല്ലേ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയത്. അള്ളാഹിൻ്റെ മുന്നിൽ നിസ്കരിക്കാൻ അവസരം കിട്ടുകയല്ലേ. അത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എനിക്ക് ഖബറിൽ കൂട്ടായിട്ടുണ്ടാവുമല്ലോ എന്ന ചിന്ത കടന്നു വരുമ്പോൾ ഓനക്ക് ഇബാദത്തിൽ സന്തോഷമാണ് വരിക, ആനന്ദമാണ് വരിക. അള്ളാഹു ആ രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ 5 പറഞ്ഞു. അസാദിസു, 6ാമത്തത് അല്ലാ തസ്തജ്രിബൻ നൗമ തകല്ലുഫൻ, ഉറക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. ഉറക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല സാഹചര്യം സൃഷ്ടിക്കുക, നല്ല മയമുള്ള മെത്തകൾ, സംവിധാനങ്ങൾ, ഇതൊന്നും ചെയ്ത് ഉറക്ക് ഉണ്ടാക്കരുത്. ഉറക്ക് വന്നാൽ ഉറങ്ങാം. ഉറക്ക് സ്വാഭാവികമായിട്ട് വരും, ഒരു സമയമായാലും ഇത് വരും, ഉറക്ക് വരും. അള്ളാഹു ഉറക്ക് കൊടുത്ത ആൾക്കാർക്ക് ഒരു സമയമായാലും ഉറക്ക് വരും. ചില രോഗങ്ങൾ കൊണ്ടും മറ്റും ചില ആൾക്കാർക്ക് ഉറക്കം നഷ്ടപ്പെടും. പിന്നെ അവർക്ക് പിന്നെ ഉറക്ക് കിട്ടൂല. പിന്നെ മരുന്നുകൊണ്ട് ഗുളിക കൊണ്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു മയക്കാണ്. അതൊന്നും ഏതല്ല, ഒരു ഉറക്കുന്നതിനെ പറ്റി പറയാൻ കഴിയില്ല, അതൊരു മയക്കാണ്. ചില വൈദ്യന്മാർ പറയാറുണ്ട്, നല്ല വൈദ്യന്മാർ തന്നെയാണ് അവർ, അത് പരീക്ഷിച്ച് തെളിഞ്ഞതാണ്. ഉറക്ക് കിട്ടാതിരുന്നാൽ നല്ല കടുകെണ്ണ, ഒറിജിനൽ കടുകെണ്ണ, അല്ലെങ്കിൽ നല്ലെണ്ണ ആയിരുന്നാലും മതി. കടുകെണ്ണയും നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ തലയിലൊക്കെ തേക്കുന്ന നല്ലെണ്ണ, ആ നല്ലെണ്ണ കുറച്ചെടുത്തിട്ട് ഈ കാലിൻ്റെ ഈ അഹ്മുസ് എന്നതിനെ പറ്റി പറയും, ഈ കുണ്ടിലിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. 2 കാലിന് കുണ്ടിലിങ്ങനെ തേച്ച് കൊടുക്കുക. തേച്ചെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്ന നല്ലെണ്ണ തേച്ച് കൊടുത്താൽ
പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഈ മൂത്രം ഇടയ്ക്ക് പോകേണ്ട ആൾക്കാർ ആ കാലേറ്റ് ബാത്റൂമിൽ പോയാൽ വൈക്ക് വീണാണ്. ടൈൽസെല്ലാം ബാത്റൂമിലുണ്ടാവാം, കാരണം ഒഴിക്കൂലേ, എണ്ണ കാലിൻ്റെ ഒഴിക്കണം. പക്ഷേ ഈ എണ്ണ കാലുമ്പോൾ തേച്ചിക്കണമെന്ന് അറിയാതേക്കാരം പോവാം. മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ പിന്നെ ഒന്നും ചിന്തണ്ടാവില്ല, അയാൾ പോകും. അത് പോയിട്ട് അങ്ങനെ അബദ്ധം പറ്റും. അപ്പോൾ ആ അബദ്ധം പറ്റാതിരിക്കാൻ നമ്മളെ ഈ മേലേപ്പറമ്പ് മഹല്ലത്തിൽ തന്നെ ഒരു ഉമ്മ കാലുമ്മ എണ്ണ ആയിട്ട് ആ എണ്ണ കഴുകാൻ വേണ്ടി ബാത്റൂമിൽ പോയിട്ട് വീണ്. ആ എണ്ണയിട്ട് ബാത്റൂമിൽ പോയപ്പോൾ ബാത്റൂം ടൈൽസ് ആയിരുന്നു. കാല് കഴുകാൻ വേണ്ടി പോയതാണ്. കാല് കഴുകാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഈ എണ്ണയായിട്ട് ബാത്റൂമിൽ വീണ് കാലൊക്കെ പൊട്ടി, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പം എന്നോട് ആ മകൻ വന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് ബാത്റൂമിൽ പോയപ്പോൾ ഇത് എണ്ണ തേച്ചിരുന്നു, അത് കണ്ട് വീണതാണ്, സ്ലിപ്പായതാണ്. അത് നമ്മൾ പിന്നെ എത്ര വലിയ ആൾക്കാരായിരുന്നാലും ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ ഒരു കുഴപ്പം അതിലുണ്ട്. അത് മറ്റുള്ള ആൾക്കാർ ശ്രദ്ധിച്ച് അതൊക്കെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ, അപ്പോൾ നല്ല ഒരു ചികിത്സയാണ്. ഉറക്ക് കിട്ടാതിരുന്നാൽ ആ ഉറക്കിനുള്ള ഒരു ചികിത്സയാണ്. പിന്നെ ഒരു ചികിത്സയാണ് പഴയ കാലത്ത് പിന്നെ നമ്മുടെ ക്ഷീരബലം എന്ന് പറഞ്ഞാൽ അത് വെറും കുറുന്തോട്ടിയും പാലും കൂടിയാണ് ക്ഷീരബല. യഥാർത്ഥ ക്ഷീരബല എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടിയും പാലുമാണ്. അതെല്ലാവരും പഴയ കാലത്തുമാർക്കൊക്കെ അത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അത് ആവർത്തിച്ച് 101 ആവർത്തിക്കുക, 25 വട്ടം ആവർത്തിക്കുക, അങ്ങനെ ആവർത്തനം ഉണ്ടാവും. അപ്പോൾ ആ ക്ഷീരബല നല്ല ഒറിജിനൽ 101 ആവർത്തിച്ച ക്ഷീരബല അതല്പം പതപ്പിലിട്ട് കൊടുത്താൽ, അല്പം പതപ്പിലിങ്ങനെ കുറച്ചിങ്ങനെ തേച്ച് കൊടുത്താലും നോർമൽ സ്റ്റേജിലൊക്കെ ഉറങ്ങാൻ കഴിയും. നോർമൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഉറക്കുക. അതല്ല വലിയ അപകടം പറ്റിയ പിന്നെ ഗുളിക തന്നെ വേണ്ടി വരും. അപ്പോൾ അത് വല്ലാത്ത ഒരു വലിയൊരു വിഷയമാണ് ഉറക്ക് എന്ന് പറയുന്നത്. അത് ഉറക്ക് അള്ളാഹു പ്രകൃതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയം ഉറങ്ങാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞത് ഉറക്കിനെ വലിച്ചു കൊണ്ടുവരുന്നതാണ് ഈ പദത്തിൻ്റെ നേർക്കുനേർ അർത്ഥം. ഉറക്കിനെ തെസ്തജിഫ് വലിച്ചു കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഉറങ്ങണം എന്ന് ലക്ഷ്യമാക്കരുത്. ഉറക്ക് വന്നാൽ ഉറങ്ങുക. അതുകൊണ്ട് ആ കിതാബിലൊക്കെ കാണാം മഹാന്മാരായ ആൾക്കാർ കിടന്നുറങ്ങലില്ല. മഹാന്മാർ കിടന്നുറങ്ങും. പിന്നെന്താ, ഉറങ്ങിക്കിടക്കലാണ്. ഉറങ്ങിയാൽ കിടക്കും, കിടന്നിട്ട് ഇങ്ങനെ ഉറക്കം പറ്റേ എന്ന് പറഞ്ഞാൽ ഒരു കിടക്കലില്ല. പിന്നെ ഉറങ്ങിയാൽ ഒരു കിടക്കും. ഉറങ്ങിക്കിടക്കലാണ്, കിടന്നുറങ്ങലില്ല എന്ന് മഹാന്മാരെ പറ്റി പറയും. അപ്പോൾ അതുകൊണ്ട് ഉറക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊന്നും നീ ചെയ്യരുത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കിൻ്റെ സമയത്ത് ഇത് വരും, ഉറക്ക് വരും, അപ്പോൾ ഉറങ്ങി കൊടുത്താളെ എന്നല്ലാതെ ഉറക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊന്നും നീ ചെയ്യരുത് എന്നുള്ളത് 6ാമത്തെ നിബന്ധനയാണ്. കാരണം ഇന്നൻ നൗമത അത്തീരുലിൽ ഹയാത്തി. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഉറക്ക് കൊണ്ടിട്ട് നിനക്ക് വരാൻ പോകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉറക്ക് കൊണ്ട് നിനക്ക് വരാൻ പോകുന്നത് നിൻ്റെ ആയുസ് വെറുതെ കളയലല്ലേ, ആയുസ് വെറുതെ പോകല്ലേ. ഒരു പണി നടക്കില്ലല്ലോ ഉറങ്ങിയാൽ, ഒന്നും നടക്കില്ലല്ലോ. അപ്പം എൻ്റെ ആയുസ് വെറുതെ പോകലാണ്. അപ്പോൾ ആയുസ് വെറുതെ പോകലാണ്, ആയുസ് വെറുതെ കളയരുത്. അതുകൊണ്ട് ഉറക്കം വന്നാൽ ഉറങ്ങാം എന്നല്ലാതെ ഉറങ്ങിയിട്ട് ഈ ആയുസ് ഇങ്ങനെ വെറുതെ കളയാം. എന്താ അപ്പം അതിൻ്റെ ഒരു അർത്ഥം? ഈ ഭൂമിൻ്റെ മുകളിൽ ജീവിക്കുന്ന അവസരത്തിലല്ലേ സുബ്ഹാനല്ലാഹ് ചെല്ലാൻ പറ്റുള്ളൂ. ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെ അതിനൊന്നും കഴിയൂലല്ലോ. അതുകൊണ്ട് എൻ്റെ ആയുസ് വെറുതെ കളയലാണ് എന്ന് നീ മനസ്സിലാക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വയുസന്നു ലിൽ ഇൻസാൻ, മനുഷ്യർക്ക് സുന്നത്താണ് ഇദാ ഫാറഖ ഫിറാശഹു വആദ ഇലൈഹി അൻ യൻഫുദഹു ഖബ്ല അൻ യനാമ ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആവ അഹദുക്കും ഇലാ ഫിറാശിഹി ഫൽയൻഫുദ് ഫിറാശഹു ബിദാഖിലത്തി ഇസാരിഹി. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഉറക്ക് വന്നിട്ട് ഉറങ്ങുമ്പോൾ ഉറക്കിനെ വലിച്ചു കൊണ്ടുവരുമോ മറ്റോ ചെയ്യരുത്. ഉറക്ക് വന്ന് നീ ഉറങ്ങുമ്പോൾ, ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പോകുമ്പോൾ വിരിപ്പെടുത്തിട്ടൊന്ന് കുടയണം കേട്ടോ. വിരിപ്പെടുത്തിട്ടൊന്ന് പഴയ കാലത്ത് ഇത് വലിയ വിഷയമാണ്. പരപ്പനങ്ങാടിയിൽ പോകുന്ന അവസരത്തിൽ ഒരിക്കൽ തലക്കാടിൻ്റെ ചോട്ടുണ്ട് വട്ടക്കൂറ, തലേൻ്റെ ചോട്ട് വട്ടക്കൂറ. പഴയ കാലത്ത് ഈ പിന്നെ കഴുക്കോല് പട്ടികതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇത് വരും. ഈ സാധനം വന്നിട്ട് ഓലപ്പരയാണെങ്കിൽ പറയും വേണ്ട, അത് വന്നിട്ട് തൽക്കാലിൻ്റെ തൊട്ടൊക്കെ ഉണ്ടാവും. തൽക്കാലിൻ്റെ തൊട്ട് ഈ തണുപ്പുള്ള സ്ഥലത്ത് പോലും വന്ന് ഈ കുത്തിരിക്കും. തൽക്കാലിൻ്റെ തൊട്ട് വട്ടക്കൂറ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഹദീസിൽ കാണാൻ ഈ ചെരുപ്പ് ധരിക്കുമ്പോൾ ചെരുപ്പ് എടുത്തിട്ടൊന്ന് കൊട്ടണം. ചെരുപ്പ് ധരിക്കുക, ഈ ചെരുപ്പിൻ്റെ ഉള്ളിൽ പാമ്പ് വന്നിരിക്കും. എന്നോട് CT മൈമുട്ടിൽ പറഞ്ഞു, അദ്ദേഹം ഓതി പഠിക്കുന്ന കാലത്ത്, നമ്മളിവിടുത്തെ CT ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പറഞ്ഞു ഓതി പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഷൂ ആണ് ധരിക്കൽ. അപ്പോൾ ഉസ്താദിൻ്റെ ഷൂ കൊണ്ട് നോക്കുമ്പോൾ അത് കുറച്ച് കനം, നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പാമ്പ്.
അതിൻ്റെ ഉള്ളിൽ പാമ്പ് കയറിയിരിക്കുക. അപ്പോൾ അതെങ്ങാനും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല, ഉസ്താദിൻ്റെ കാലം നല്ല രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഹദീസിൽ കാണാം, നീ ചെരുപ്പ് ധരിക്കുമ്പോൾ അതൊന്ന് കൊട്ടണം. ഹദീസിൽ കാണാം. കാരണം എന്തെങ്കിലും ജീവികൾ ബുദ്ധിയില്ലാത്ത സാധനങ്ങളല്ല, അത് വന്ന് കുത്തിരുന്നിട്ടുണ്ടാവും, നമ്മളത് ആക്രമിക്കും. അപ്പോൾ ചെരുപ്പെടുത്ത് കൊട്ടണം എന്ന് പറഞ്ഞിട്ട് ഷൂ ഒക്കെ ആകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് ചെരുപ്പിലിപ്പോൾ നമുക്ക് കാണുമല്ലോ, ഷൂ ഒക്കെ ആകുമ്പോൾ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എടുത്തിട്ട് ഒന്ന് കൊട്ടണം എന്ന് ഹദീസിൽ കാണാം. എന്തെല്ലാം മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ടെന്നറിയോ? എല്ലാം നമുക്ക് പറഞ്ഞത്. ഇങ്ങനെ ഒരു പ്രവാചകൻ മുത്തുനബി ഇല്ലാതെ ഒന്നുമില്ല. ഷൂ എടുത്ത് കൊട്ടണമെന്നും വിരിപ്പെടുത്ത് കൊട്ടണമെന്നും ഹദീസിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ വിരിപ്പ് ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ വിരിപ്പെടുത്തിട്ടൊന്ന് കൊട്ടണം. ആ വിരിപ്പെടുത്ത് ഇനി കൊട്ടാൻ വയ്യെങ്കിൽ അതിൻ്റെ തുണിൻ്റെ വക്കൊണ്ട് അതിങ്ങനെ തട്ടണം. അങ്ങനെ ഹദീസുണ്ട്. ഈ തുണിൻ്റെ വക്കമുണ്ടെങ്കിലും ഇത് തട്ടണം, എന്തെങ്കിലും ആയിട്ട് ഒന്ന് തട്ടിക്കൊട്ടണം, എന്നിട്ടേക്ക് എടുക്കാവൂ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പറയും. സുന്നത്താണ്, അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ സുന്നത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ആ നിയ്യത്ത് വെച്ച് ചെയ്യണം. ആ നിയ്യത്ത് വെച്ചിട്ട് ചെയ്താൽ ആ സുന്നത്ത് കിട്ടും. എന്നിട്ട് ഗസാലി ഇമാം പറയാണ്, വഅലം അന്നൽ ലൈല വന്നഹാറ 24 സഅ. മോനെ, രാത്രിയും പകലും കൂടി 24 മണിക്കൂറാണെന്ന് ഓർക്കണം കേട്ടോ. ഫലാ യകുൻ നൗമുക ബില്ലൈലി വന്നഹാരി അക്സറ മിൻ 8 സഅഅത്ത്. അതുകൊണ്ട് നീ 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങരുത് കേട്ടോ, രാത്രിയും പകലും കൂടിയായിട്ട്. ഫലാ യകുൻ നൗമുക ബില്ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലും കൂടിയായിട്ട് അക്സറ മിൻ 8 സഅഅത്ത്, 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങരുത് കേട്ടോ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, അഥവാ രാത്രിയിൽ 8 മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ പകൽ ഉറങ്ങരുത്. രാത്രിയിൽ 8 മണിക്കൂറിൽ കുറഞ്ഞാണ് ഉറങ്ങിയെങ്കിൽ ആ 8 മണിക്കൂർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പകൽ കുറച്ചും കൂടി ഉറങ്ങാം. രാത്രിയും പകലും കൂടിയായിട്ട് ഒരിക്കലും 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങരുത്. ഉറങ്ങുകയാണെങ്കിൽ അത്രയേ ആകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ ആളുകൾക്ക്. ബഹുമാനപ്പെട്ട കലമുൽ ഇസ്ലാം കോടമ്പഴ ഉസ്താദൊക്കെ 4 മണിക്കൂർ ഉറങ്ങുള്ളൂ രാത്രി, അത്രേ ഉറങ്ങുള്ളൂ. അവർക്ക് അത്രയും സമയം കിട്ടുള്ളൂ, 4 മണിക്കൂറേ ഉറങ്ങുള്ളൂ. അപ്പോൾ 20 മണിക്കൂറും ജോലിയാണ്. 4 മണിക്കൂർ ഉറങ്ങുമ്പോൾ 24, 20 ഇല്ല, ആ 20 മണിക്കൂറും ജോലിയാണ്. എന്നിട്ട് ഗസാലി ഇമാം പറഞ്ഞു, ഫഇൻ നിംത ഫിൽ ലൈലി ഹാദൽ ഖദ്റ ഫലാ മഅനാ ലിന്നൗമി ഫിൻ നഹാർ ഫയക്ഫിക ഇൻ ഇശ്ത മസലൻ 60 സന അൻ തുളയ്യ മിൻഹാ 20 സന വഹു സുലുസു ഉമരിക. 8 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ 8 മണിക്കൂർ 24 3-1 8 24 3-1. അപ്പോൾ 60 കൊല്ലം ജീവിച്ചാൽ 20 കൊല്ലം ഉറങ്ങിയില്ലേ? എൻ്റെ ആയുസിൻ്റെ 3-1 പോയില്ലേ? അപ്പോൾ അതിൽ കൂടുതലാവരുത്. 60 കൊല്ലം നീ ജീവിക്കുകയാണെങ്കിൽ അതിൽ 8 മണിക്കൂർ ഡെയിലി നീ ഉറങ്ങുകയാണെങ്കിലും, ചെറുപ്പത്തിലൊക്കെ അതിനേക്കാൾ എത്രയോ ഉറങ്ങിയിട്ടുണ്ടാവും, അത് കൂട്ടാതെ തന്നെ ഈ ഡെയിലി 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ തന്നെ എത്ര പോയി എനിക്ക് ആയുസ്സിൽ നിന്നിട്ട്? 3-1 പോയി, 20 കൊല്ലം പോയി, 20 കൊല്ലം ഉറങ്ങിയിട്ട് പോയി. അതുകൊണ്ട് അതിൽ കൂടുതലായിട്ട് നീ ഉറങ്ങിപ്പോകരുതെന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് ഗസാലി പറയുന്നു. ഇനി 7ാമത്തെ നിബന്ധന, അഇദ്ദ ഇൻദ ഇറാത്തിൻ നൗമി സിവാക്കക വ തഹൂറക. ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ നീ മിസ്വാക്ക് ചെയ്യണം, ബ്രഷ് ചെയ്യണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെയും ഉറങ്ങാൻ പോകുമ്പോൾ പിന്നെയും മിസ്വാക്ക് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കാന യസ്താഖു ഫീ കുല്ലി ലൈലത്തിൻ മിറാറൻ ഇൻദ കുല്ലി നൗമത്തിൻ വ ഇൻദ തനബ്ബുഹി മിൻഹാ. ഓരോ ഉറക്കിൻ്റെ അവസരത്തിലും ഉറങ്ങിയിട്ട്, അതൊക്കെ ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് അതൊന്നും നടപ്പിലായി കിട്ടാൻ വലിയ പണിയാണ്. നമ്മളൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി വിളിച്ച് എങ്ങനെയെങ്കിലും വാച്ചിൽ നോക്കിയിട്ട് പടച്ചവനെ 1 മണിക്കൂറും കൂടി ഉണ്ട്, നല്ല രസം, 1 മണിക്കൂറും കൂടി ഉണ്ടാകുന്ന സുഖമായിട്ട് എന്ത് ചെയ്യുക ഉറങ്ങാം എന്ന് വിചാരിച്ച് ആ ഉറക്കൊരു വലിയ രസമുള്ള ഉറക്കാണ് ആ സമയത്തുള്ള ഉറക്ക്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്യുന്നതാണ്. അപ്പോഴും മിസ്വാക്ക് ചെയ്യും. എപ്പൊക്കെ എണീക്കുന്നവോ എപ്പൊക്കെ ഉറങ്ങുന്നവോ അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഉറങ്ങുള്ളൂ. ആ മിസ്വാക്ക് എടുത്തിട്ടൊന്ന് ചെയ്താൽ കൂലി കിട്ടി. അങ്ങനെ ചെയ്താൽ തന്നെ ഇത് കിട്ടും, കൂലി കിട്ടും. ആ കുറേ നേരം പിടിച്ച് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെ ചെയ്താൽ തന്നെ ആ കൂലി കിട്ടും. ആ കൂലി കിട്ടാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ 7ാമത്തെ നിബന്ധന അതാണ്. 8ാമത്തെ നിബന്ധന, ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിച്ച് ഗസാലി ഇമാം പറയുകയാണ്, വസാമിനു അദ്ദുആഉ ഇൻദ നൗമി വ ഇൻദ തനബ്ബുഹി. ഉറങ്ങുന്ന അവസരത്തിലുള്ള ദുആ, ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ആ ദുആ ഉണ്ടല്ലോ, ആ ദുആ ഉറങ്ങുന്ന അവസരത്തിൽ ദുആരക്കുക. എന്നിട്ട് ഗസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാല് വരേക്കും തടവുക. ഈ ഖുൽ ഹുവല്ലാഹു അഹദും 3 വട്ടമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് കയ്യിൽ ഊതിയിട്ട് തല വരേക്കും തടവുക.
ആയത്തുൽ കുർസി ഓതുക, ആമനുർ റസൂൽ ഓതുക. ആയത്തുൽ കുർസിയും അതേപോലെ തന്നെ ആമനുർ റസൂലും. ഇനി അതോടുകൂടെ തന്നെ ആ ഉറങ്ങുന്ന ആ നേരത്തോ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പോ തബാറക്ക് ഓതുക. തബാറക്ക് ഓതാൻ വേണ്ടി പറഞ്ഞ സമയം അപ്പോഴാണ്. സജദ, അതുപോലെ തന്നെ ദുഹാന്, യാസീന്, പിന്നെ ഫുസ്സിലത്ത് തുടങ്ങിയ ഇദാവക്കായത്തി തുടങ്ങിയ 7 സൂറത്തുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽ മുൻജിയാത്ത്, നാളെ ആഖിറത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന 7 സൂറത്തുകളാണ്. 1 യാസീൻ, 2-മത്തത് സജദ, 3-മത്തത് ഫുസ്സിലത്ത്, 4-മത്തത് ദുഹാൻ, 5-മത്തത് വാഖിയ, 6-മത്തത് ഹഷർ, 7-മത്തത് മുൽക്ക്, തബാറക്ക് എന്ന സൂറത്ത്. അതിൽ ആ തബാറക്ക ഇഷാൻ്റെ ശേഷം ഉറങ്ങാൻ നേരത്താണ് തബാറക്ക ഓതേണ്ടത്. അതിൻ്റെ മുമ്പ് ഓതിയാലും മതിയെങ്കിലും അതിൻ്റെ സമയം അപ്പോഴാണ്. ബാക്കിയുള്ള സൂറത്ത് ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് ഓതേണ്ടത്. ഇങ്ങനെ സബ്ഉൽ മുൻജിയാത്ത് മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആൾക്കാരൊക്കെ നിത്യം ചെയ്തിരുന്ന ഒന്നാണ് സബ്ഉൽ മുൻജിയാത്ത്. മഹാനായ റയീസുൽ സലീമാൻ ഉസ്താദ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഈ രൂപത്തിലാണ് നീ ഉറങ്ങേണ്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. അവസാനം ഗസാലി ഇമാം പറഞ്ഞു, ഉറക്ക് അന്നങ്ങനെ പിടിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണല്ലോ. ഉറക്ക് നമ്മളിങ്ങനെ പിടിക്കുകയാണല്ലോ, അങ്ങനെ തന്നെ. അപ്പോൾ അതിൻ്റെ ആ രൂപം തന്നെ ഉറക്ക് ഞാൻ അന്നങ്ങനെ പിടിക്കുമ്പോൾ അന്ത അലാ ദിക്രില്ല, നീ അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം അന്നങ്ങനെ പിടിക്കണം. അങ്ങനെയാവണം നീ. അങ്ങനെ അതൊക്കെ ഓതിയിട്ട് ഉറക്കം ഇങ്ങനെ നമ്മളെ പിടിക്കാനിങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ ദിക്റിലായിരിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ച് ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹംദുൽ ഗസാലി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 8 നിബന്ധനകൾ ജീവിതത്തിൽ പകർത്താൻ നമുക്കും നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ജീവിക്കുന്ന കാലത്തൊക്കെ അള്ളാഹിൻ്റെ പൊരുത്തത്തോടുകൂടെ ജീവിക്കാനും മരിക്കുമ്പോൾ അള്ളാഹിൻ്റെ പൊരുത്തത്തോടുകൂടെ മരിക്കാനുമുള്ള മഹാ തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർ, മക്കൾ, നമ്മളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചായയും പലഹാരവും നൽകുന്നത് കാഞ്ഞിരക്കുഴി ഐദുറാക്ക അദ്ദേഹത്തിൻ്റെ വാപ്പ മരിച്ച മാസമാണ്. മുഹറം 7-നാണ് വാപ്പ മരിച്ചത്. അവർക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ കൊല്ലം മൂപ്പരത് ചെയ്യുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെ ഖബർ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹല്ലത്തിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി. അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മുഹറം മാസത്തിലുള്ള എല്ലാ ഖൈറുകളും ബർക്കത്തുകളും അള്ളാഹു നമുക്കും അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആപത്തുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും ഒരൊന്നനെയുള്ള മരണത്തെ തൊട്ടും അള്ളാഹു നമ്മയും അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.